അമ്മ എന്റെ ബാഗ് കണ്ടോ? എവിടെയാണോ നീ ലാസ്റ്റ് വെച്ചേ? അന്ന് ഞാൻ ഓണപ്പരിപാടിക്ക് പോയി വീട്ടിൽ വന്നു ബാഗ് മുതലാളി വന്നോ? ഓണത്തിന് എന്നെ ഇങ്ങോട്ട് കൊണ്ട് എറിഞ്ഞല്ലയോ, എന്നിട്ട് ഇപ്പോഴാണോ വരുന്നേ? ഇടയ്ക്കെങ്കിലും എന്നെ പറ്റിയും ഈ പുസ്തകത്തെ പറ്റിയൊക്കെ ഒന്ന് ആലോചിക്കായിരുന്നു. ചോറ് മാത്രം എടുത്ത് മാറ്റിയായിരുന്നോ? പറഞ്ഞു പോയതല്ലോ പയ്യത്തട്ട്. കുഴപ്പമില്ലമ്മേ, കൂട്ടിയിട്ടുണ്ടേ, ഒന്നും കേറാൻ സാധ്യതയില്ല. ആ പുഴുത്ത പാത്രത്തിൽ നിന്ന് വന്ന വാട. ലഞ്ച് ബോക്സ് ആണോ? അത് വിട്ടിരുന്ന് അളിഞ്ഞ് പുളിഞ്ഞ് അതിനകത്തിലെ വാട. ഓ, 2 ബോട്ടിൽ പ്രില്ല്, 1 ബോട്ടിൽ ഡെറ്റോൾ, ഇതിട്ട് കഴുകിട്ടാ ഞാൻ ആ പാത്രത്തിനകത്ത് ചോറെടുത്ത് വെച്ചേക്കുന്നേ. എടുത്തോണ്ട് പോടാ അങ്ങോട്ട്. 2 ബോട്ടിൽ പ്രില്ലും 1 ബോട്ടിൽ ഡെറ്റോൾ എന്നൊക്കെ പറയുമ്പോ ഇച്ചിരി കൂടി പോയില്ലയോ? ഇച്ചിരി. അമ്മ ഞാൻ ഇന്ന് ഇറങ്ങുവാണേ. അതിന് പുസ്തകം വല്ല എടുത്ത് മാറ്റിയാലല്ലേ പുസ്തകം എടുത്ത് വെക്കേണ്ടി വരത്തുള്ളൂ അമ്മേ. അമ്മച്ചിക്ക് അറിയത്തില്ലേ, പുള്ളി ടൈം ടേബിൾ അനുസരിച്ചൊന്നുമല്ല പുസ്തകം എടുത്ത് വെക്കുന്നേ. എല്ലാ പുസ്തകവും ഈ ഭാഗ്യം എപ്പോഴും കാണും. പുള്ളിക്ക് അതൊന്നും എടുത്ത് മാറ്റാനുള്ള മടിയാ. നിങ്ങളുടെ അല്ലേ മോൻ ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ, നോക്കണ്ട. മോനെ ഇരിക്കുന്ന ബാഗ് ഇങ്ങനെ എടുത്തു കൊടുത്ത അടുത്ത സ്റ്റാൻഡിലെ ഗവൺമെന്റ് സ്കൂളിന്റെ ഇതാ ഉള്ള ഇഷ്ടം പോലെ കയറും, പിന്നെ സ്ഥലം കാണത്തില്ല. അതിന് ഇപ്പം കുഴപ്പമൊന്നുമില്ല, സ്ഥലമുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല. പുള്ളി പറഞ്ഞതിൽ കാര്യമുണ്ട്, അതുകൊണ്ട് അടുത്ത് മടിയിലോട്ട് വെക്ക്. കുഴപ്പമില്ല, ഞാൻ അവിടെ നിന്നോളാം, കുഴപ്പമില്ല. എടാ അയാൾ പറഞ്ഞത് കേക്കടാ. സ്കൂൾ പിള്ളേര് ഞാൻ അപ്പോഴേ പറഞ്ഞ എന്നെ എടുത്താ ചേച്ചിയുടെ മടിയിലോട്ട് വെക്കാൻ. ഓറൊക്കെ ഒരഞ്ഞു പറഞ്ഞ് പോകുന്നെന്ന് ഇവൻ കൊണ്ട് തോറ്റ്. എന്റെ മോനെ എന്തൊരു തിരക്കാന്നറിയോ ബസ്സില്. പുതിയ ബാഗാ? പുതിയ ബാഗാ, അച്ഛൻ എടുത്തന്നാ. കളല്ലേ ഓണത്തിന് തോടല്ലേ അഴുക്കാവൂ. വലിയ പത്രാസ്. എല്ലാ ബാഗും ഉണ്ടല്ലോ. ഇതാരാ പുതിയൊരാള്? ഹായ്. ഓ, ഓണത്തിന് വാങ്ങിയതാ? ആണ്. അതിനെന്താ വേണം? ഓ, ഭയങ്കര പത്രാസാണല്ലോ. പത്രാസ് കാണിച്ചാൽ എന്താ കുഴപ്പം? പുതിയതായിട്ട് ഞാനേ ഉള്ളു, ഷോ ഒക്കെ കാണിക്കും. ഓ, ഷോ കാണിച്ചോ, എത്ര വേണേലും കാണിച്ചോ. നമ്മുടെ ഇതൊക്കെ എത്ര കണ്ടതാന്നറിയാവോ. അണ്ട എന്റെ മലയാളി കുഞ്ഞാവെ പോലെ എന്നെ നോക്കുന്നത്. മക്കളെ ആ ബുക്കൊക്കെ എടുത്ത് നമുക്ക് ഫസ്റ്റ് ക്ലാസ് അങ്ങോട്ട് തുടങ്ങാം. എടുക്ക്, പെട്ടെന്ന് എടുക്ക്. സിബിന്റെ ട്രാക്ക് എത്തിയാലേ വിഷയം കേടായിപ്പോ. അടുത്തിരുന്ന് ഇങ്ങനെ ചൊറിയരുത്, ദേഹത്ത് പൊടിയൊക്കെ വീഴും. എന്നെ എന്റെ മുതലാളി എങ്ങനെയാ നോക്കുന്നതെന്ന് അറിയാവോ? ഓ, കണ്ടോണ്ടിരിക്കുവല്ലയോ, നല്ല സ്നേഹമല്ലയോ. അടൂർ ഗോപാലകൃഷ്ണൻ നിങ്ങൾ തുറന്നു കഴിയൂ. അടൂർ ഗോപാലകൃഷ്ണൻ അല്ല, അമൽ നീരതാ. രോമോശനം കണ്ടേ അവന്റെ അണ്ണാക്കി കുടുങ്ങിയതാ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോന്ന പെട്ടെന്ന് നടക്കാം സാർ. എടാ ഈ ബാഗ് താഴെ വെക്കടാ, അഴുക്കാവും. ഇരിക്കും മക്കളെ, ഇരിക്കും മക്കളെ. ഉച്ച കഴിഞ്ഞുള്ള മാത്സിന്റെ ക്ലാസ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് LCM ആണ്. LCM 24ന്റെ LCM ആണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ 2ന്റെ സ്കോർ എത്ര? 4.
4ന്റെ റൂട്ട് എത്രയാണ്? 2. അപ്പം 1ന്റെ റൂട്ട് എത്രയാണ്? 1. 1 സ്ക്വയർ എത്രയാണ്? 1. ശരിക്കും 1/1 എത്രയാണ്? 1. എടാ നിന്റെ ടൈം ആവാറായി കേട്ടോ. എന്തൊരു കൊള്ളിച്ച് പറച്ചില്. ഇതെന്തിനാ മുതലാളി പേന കൊണ്ട് ദേഹത്ത് വരയ്ക്കുന്നേ? ഇതൊക്കെ തുടക്കവാ. മുതലാളി ഇങ്ങനെ കുത്തി വരച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാവേ. തുടക്കത്തിൽ എന്തൊക്കെയായിരുന്നു? ഈ കണ്ണുണ്ടല്ലോ വെള്ളയാ, ഇത് നീലടിക്കുമ്പോൾ നല്ല രസമാണ്. ഇങ്ങനെ ത്രികോണത്തിലൊക്കെ മറ്റേ കളർ നീ അല്ലയോടാ എന്നെ ബാഗ് വെച്ചടിച്ചേ? നീ എന്തിനാണോ എന്നെ പുറത്ത് വരച്ചാ? നീ എന്തിനാ എന്നെ ബാഗ് വെച്ചടിച്ചേ? നീ ആദ്യം വരച്ചത്. എന്നെ വെച്ച് അടിക്കാനുള്ള ദ്രോഹികളെ. നീ വരച്ചിട്ടാ അടിച്ചത്. എടാ എന്നെ വെച്ച് എന്തിനാണ് അടിക്കുന്നത്? എന്തോ ചെയ്യാൻ അടിക്കാരിയാടാ. എടാ എടുത്തറിയാളാ. എടാ എന്നെ തിപ്പോട്ടൂടാ. അയ്യോ എന്നെ വള്ളി കീറുവാടാ. ബാഗ് അയ്യോ 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 അയ്യോ. ഓക്കെ. എടാ എന്റെ ബാഗ് ഉണ്ടായിരുന്നോ? ഇല്ല. എടാ എന്റെ ബാഗ് ഉണ്ടോ? മുതലാളി എന്നെ കണ്ട് ഇവിടെ അടി വെച്ചിട്ട് അവന്റെ മണ്ടയ്ക്കും കയറി ഇരിക്കുക. ഇങ്ങോട്ട് നോക്ക്, ഞാൻ അവന്റെ അടിയിലുണ്ട്. എന്റെ ബാഗ് എന്ത്? ആരെങ്കിലും എന്റെ ബാഗ് ഉണ്ടോ? ഇല്ലെന്നല്ലോടാ പറഞ്ഞേ. ദൈവം എന്റെ ബാഗ് എടുത്ത് പോകാൻ ഇഞ്ഞു പോണേ. പിന്നെ അല്ല, എന്റെ അച്ഛനെ വിറ്റ കാശ് നമ്മുടെ കയ്യിലുണ്ട്. അല്ല എന്തിനാ ഇവൻ നമ്മുടെ കൈ തമ്മിൽ കെട്ടിയിടുന്നേ? എനിക്കറിഞ്ഞൂടാ. അത് ഞാനോട്